നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരുപാട് കാലമായി, ഇപ്പോൾ ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇതുവരെ നമ്മുടെ മുമ്പിലുള്ളത് ഒരു ഫൈൻഡിങ്ങിന്റെ രൂപത്തിലുള്ളത്, Ms. Veena T is the daughter of a prominent politician to whom other payments have been made as per the assessee's own admission. അത് കഴിഞ്ഞിട്ട് ആ പേയ്മെന്റ്സിനെ കുറിച്ചുള്ള ഫൈൻഡിങ് ഒരു സെന്റൻസ് ഉണ്ട്. These are illegal payments in the hands of the company. Ms. Exalogic has not provided any service as per the contemporaneous evidence gathered during the search. The assessee company is making payments through banking channels to persons connected with a prominent decision maker to claim it as deductible expense by claiming compensate a service which has not been received. ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മാസപ്പടിയുടെ അന്വേഷണം എത്തി നിൽക്കുന്നത്. മാസപ്പടിയുടെ അല്ലെങ്കിൽ മാസപ്പടിക്ക് എന്ത് സേവനമാണ് ലഭിച്ചത് എന്നതാണല്ലോ കേരളം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വീണ വിജയനോ എക്സാലോജിക് കമ്പനിയോ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡും ഇപ്പോൾ SFIOയും അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസും അങ്ങനെ വ്യത്യസ്ത അന്വേഷണങ്ങളിൽ ഒരു സേവനവും നൽകാതെയാണ് കോടാനുകോടി രൂപ മകൾ അല്ലെങ്കിൽ വീണ വിജയൻ വാങ്ങിയത് എന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. നോബഡി ഡിനൈങ് ഇറ്റ്. ഈവൻ CPM ഇപ്പോൾ അത് നിഷേധിക്കുന്നില്ല. വീണ പണം വാങ്ങിയെന്നതും വാങ്ങിയതിനൊരു സർവീസ് നൽകിയിട്ടില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ ഈ കേസ് ആദ്യം മുതൽ പറഞ്ഞപ്പോൾ GSTയുടെ ക്വസ്റ്റ്യൻ വന്നു, മറ്റു കാര്യങ്ങൾ വന്നു, മറ്റു മേഖലകളിലേക്കൊക്കെ അന്വേഷണം പോയി, കമ്പനീസ് ആക്ടിന്റെ പരിവിയിലുള്ള അന്വേഷണം വന്നു, കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ട വയലേഷൻസ് വന്നു, അത് ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരുന്നത് ഇതിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് കറപ്ഷനാണ്, അഴിമതിയാണ്. അപ്പോ നമ്മുടെ രാജ്യത്തെ നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ വെച്ചിട്ട് അതിനെ ആധികാരികമായി ഇതിലെ അഴിമതി നിയമപരമായും ആധികാരികമായും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരിക പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിവിയിൽ വരിക എന്നുള്ളതാണ്. അപ്പൊ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയന്റ്, അതിന്റെ എലിമെന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊരു MLA ആണ്, നിങ്ങൾ ആരെങ്കിലും എനിക്ക് പണം തന്നു, ഒന്നുകിൽ നിങ്ങൾ എനിക്ക് പണം തരുന്നത് കണ്ടു, അതല്ലെങ്കിൽ ഇതുപോലെ ബാങ്കിലൂടെയാണ് തന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പണം തന്നു എന്നത് തെളിയിക്കാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് മാത്രം അഴിമതി സ്ഥാപിക്കാൻ കഴിയില്ല. അഴിമതി സ്ഥാപിക്കണമെങ്കിൽ അത് ഹാഫ് സർക്കിളേ ആവുന്നുള്ളൂ. അതർ ഹാഫ് സർക്കിൾ കൂടി പൂർത്തിയാക്കിയാലാണ് അഴിമതി എന്ന പറയൂ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതർ ഹാഫ് സർക്കിൾ എന്ന് പറയുന്നതാണ് ആ പണം വാങ്ങിയതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് സേവനം നൽകി അല്ലെങ്കിൽ നൽകാൻ ശ്രമിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു, നിങ്ങൾക്ക് വേണ്ടി എന്ത് സേവനം, എന്ത് ഔദാര്യം, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഞാൻ ചെയ്തത്. ഈ സർക്കിൾ കൂടി പൂർത്തീകരിച്ചാലാണ് അഴിമതി എന്നത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ.